അപ്പൊ ചേച്ചി ഈ എക്സ്റ്റൻഷന്റെ കാര്യം എക്സ്റ്റൻഷൻ ചെറുതായിട്ട് ഇളകി വരുന്നുണ്ട് എന്ന് പറഞ്ഞതിലൂടെ പുറത്ത് ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് റൂമിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കലും അയ്യോ അങ്ങനെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടെങ്കിൽ എനിക്ക് കാരണം അത്രയും മനോഹരമായിട്ടാണ് അവരെനിക്ക് ചെയ്തത്. ദുബായിൽ നിന്ന് വെച്ച ജിസേലിനോട് ഞാൻ പറഞ്ഞു, ജിസേലിന്റെ കുറെ ഇളകി പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ജിസാലെ നമുക്ക് റൂമിൽ നീ നാട്ടിൽ വരുമ്പോൾ ഡിസംബർ ആഫ്റ്റർ ബേബി റൂമിൽ വന്ന് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്തിട്ട് ഞാനും വരാം. അവർ നല്ല രീതിയിലാണ് എനിക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് വലിയ കോമ്പില്ലാത്തതുകൊണ്ട്, ജിസേലിന് അന്ന് കോമ്പുണ്ട് കാരണം അവർക്ക് ആ മറ്റേ ബാൻഡ് ഉള്ളതുകൊണ്ട്, എനിക്ക് കോമ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ മുറുക്ക ചീകാൻ പറ്റിയില്ല. അതാണ് എനിക്കൊന്ന് ഹെയർ സൂക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ. ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹെയർ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ അത് വന്നപ്പോൾ പുറത്തുനിന്നുള്ള ഇങ്ങനെ ആയിപ്പോയതാണ്. റൂമ മാം നന്നായിട്ടാണ് അവർ ചെയ്തു തന്നത്. ഞാനത് എവിടെയും പറയും, എനിക്ക് ഭംഗിയുള്ള ഒരു ഇതായിട്ടാണ് ചെയ്തത്. റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കും ഇത്രയാ. പക്ഷെ അവര് സംസാരിച്ചപ്പോ പോലും അവര് രേണു ചേച്ചി നെഗറ്റീവ് ഒരു കാര്യം ഞാൻ അങ്ങനെ ഒരിക്കലും അവരോട് അത് പറയില്ല. കാരണം എനിക്ക് അത്രയും നല്ല ഭംഗിയായിട്ടാണ് എന്റെ പിരികമാകട്ടെ, പിരികം നല്ല രീതി മൈക്രോബ്ലേഡ് ചെയ്തു തന്ന പിരികമാണ്. അനുമോള് പിരികം എടുത്തു തന്നാണ്. മറ്റേ ഇവിടുന്ന് പിരികം മുഴുവൻ കളഞ്ഞു. ആ മൈക്രോബ്ലേഡ് റൂമായിന്ന് ചെയ്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ പിരികം ഒന്നും കാണത്തില്ലായിരുന്നു. അനുമോളുടെ കുറ്റമല്ല, പുള്ളിക്കാരി എടുത്തപ്പം കേറിപ്പോയതാണ്.